ഓക്കെ, എല്ലാവരും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് ഉഷാറായോ? ക്രിസ്മസ് ഒക്കെ നന്നായി ആഘോഷിച്ചോ എല്ലാവരും? ഓക്കെ, പക്ഷെ ക്രിസ്മസ് ആഘോഷിച്ചോ ഇവിടെ പിള്ളേരുടെ എണ്ണം കുറഞ്ഞില്ല, കുറെ പേരില്ലല്ലോ. ഓക്കെ, എല്ലാവരും ആവട്ടെ. ഒരു വെച്ച് എന്തായാലും ക്ലാസ് എടുക്കാതെ പറ്റില്ലല്ലോ അല്ലെ? നമ്മള് എടുത്ത ഭാഗമൊക്കെ നിങ്ങൾ പഠിച്ചോ? വായിക്കുക പ്ലസ് പഠിക്കുക രണ്ടും ഉണ്ട് കേട്ടോ. വെറുതെ വായിച്ചത് മാത്രമില്ല, നമ്മള് പഠിക്കാൻ പറഞ്ഞ കാര്യമൊക്കെ പഠിച്ചിട്ടുണ്ടാവണം അല്ലെ? ഓക്കെ, യെസ്, അതിന്റെ ഡേറ്റും ഡീറ്റെയിൽസും വിൽ ബി ഫോളോ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഫോളോയിങ് ദിവസങ്ങളിൽ പറയും അത് ഏതൊക്കെ ദിവസമാണ്, എല്ലാ ടൈം ടേബിൾ അനുസരിച്ച് വരും കേട്ടോ. പേടിക്കൊന്നും വേണ്ട, അതൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് വരും. എന്തായാലും ഇന്ന് ടൈം ടേബിൾ തന്നിട്ട് നാളെ എക്സാം ഒരിക്കലും ഉണ്ടാവില്ല. ഓക്കെ, സോ കഴിഞ്ഞ ദിവസം നമ്മളെ ക്ലാസ്സിൽ ESI എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിന്റെ ബെനഫിറ്റുകളാണ് കുറച്ചൊക്കെ പഠിച്ചത് അല്ലെ? എന്തൊക്കെ ബെനഫിറ്റ് ആണ് ESI എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്ന സ്കീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് കിട്ടുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. സിക്നസ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, എക്സ്റ്റൻഡഡ് സിക്നസ് ബെനിഫിറ്റ് ഉണ്ട്, എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് ഉണ്ട്, മെറ്റർണിറ്റി ബെനിഫിറ്റ്, ഡിസേബിൾമെന്റ്. ഓരോന്നും ആ വേർഡ് സ്ട്രൈക്ക് ചെയ്ത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റും എന്തൊക്കെയാണ് അതിനകത്ത് ആ പർട്ടിക്കുലർ ബെനിഫിറ്റ് കൊണ്ട് എന്താണ് അവർക്ക് കിട്ടുന്നതെന്നുള്ളത്. ഓക്കെ, ഫ്യൂണറൽ ബെനിഫിറ്റ്, അതുപോലെ തന്നെ മെഡിക്കൽ ബെനിഫിറ്റുകൾ, ഇത്രയും ബെനിഫിറ്റുകളാണ് ESIയിൽ ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഓൾസോ അതുവരെയാണ് പറഞ്ഞു നിർത്തിയത് അതാണോ? അല്ലെങ്കിൽ തൊട്ടടുത്ത ESI വെച്ചിട്ട് ബേസ് ചെയ്ത് എങ്ങനെയാണ് ഒരു കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചോ? ESI പ്രകാരം ഹൗ ദ കോൺട്രിബ്യൂഷൻ ഇസ് കാൽക്കുലേറ്റഡ് അത് നമ്മൾ പഠിച്ചു അല്ലെ? അതായത് ESIയിൽ നമുക്കറിയാം അതിന്റെ കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ടത് എംപ്ലോയർ ആൻഡ് ഓൾസോ ദ എംപ്ലോയർ രണ്ടുപേരും കൂടി ചേർത്തിട്ടാണ്. അതിൽ ചില എംപ്ലോയീസിനെ മാത്രം എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എക്സെപ്ഷണൽ കേസ് പറഞ്ഞേക്കുന്നത് വർക്കർ ഹു ഈസ് ഏർണിംഗ് എ ബെനിഫിറ്റ് അല്ലെങ്കിൽ വേജ് ഓഫ് ₹176 ബിലോ അല്ലെ? അതിനേക്കാൾ കുറവുള്ളവരാണെങ്കിൽ കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ട, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ട എന്ന് നമ്മൾ പറഞ്ഞു. ബാക്കി അതിന് മുകളിലുള്ള എല്ലാവർക്കും തന്നെ എന്ത് ചെയ്യണം? പെർ ഇയർ ആണ് നമ്മൾ ഉദ്ദേശിച്ചത്, പെർ മന്ത് ദോസ് ഹു ആർ ഡ്രോയിങ് സാലറി ഓർ വേജസ് ഓഫ് in excess of ₹21,000 21,000 രൂപയിൽ കൂടുതലുള്ള എല്ലാവരും കോൺട്രിബ്യൂഷൻ അടയ്ക്കണം. അതിന് എംപ്ലോയിയുടെ വേജസിന്റെ എത്രയാണ്? 3.25%, എംപ്ലോയി അദ്ദേഹത്തിന്റെ വേജിന്റെ 0.75% കോൺട്രിബ്യൂഷൻ അടയ്ക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരുന്നു ആ പേജിൽ നമ്മൾ കണ്ടത് അല്ലെ? ഒരു എക്സാമ്പിൾ തന്നിട്ട് ESI ആക്ട് 1948 പ്രകാരം when a worker's wages is INR 20,000, international normalized rate ഒന്നവിടെ നോട്ട് ചെയ്ത് വെക്കണം. ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേറ്റ് അതാണ് അതിന്റെ ഫുൾ ഫോം. INR-ന്റെ 20,000 രൂപയായിരുന്ന ഒരാളുടെ കോൺട്രിബ്യൂഷൻ അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടിരുന്നു. എംപ്ലോയർ 3.25%. ഇതിന്റെ 20,000-ന്റെ അതേ 20,000-ന്റെ തന്നെ 0.75% എന്ത് 150 രൂപ. അങ്ങനെ രണ്ടും കൂടി ചേർന്ന് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ആളുടെ ഇൻഷുറൻസിന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ട് വരുന്നത് 800 rupees ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ ചിലപ്പോൾ എംപ്ലോയറുടെ ആകാം, ചിലപ്പോൾ എംപ്ലോയിയുടെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസിൽ അത് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്ന എക്സാമ്പിൾ അനുസരിച്ച്. അപ്പൊ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ അവിടെ വരെയാണ് നമ്മൾ എടുത്ത്. സോ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അടുത്തതിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത ഇൻഷുറൻസ് സ്കീമാണ്. ഗവൺമെന്റ് തന്നെ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മറ്റൊരു സ്കീമിലേക്കാണ് നമ്മൾ പോകുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. CGHS, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമാണ്. ഇനി ഇത് എന്തൊക്കെയാണ്, ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഇതിന്റെ ബെനിഫിഷ്യറീസ് വരുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്.
ആൻഡ് ദിസ് വൺ ഓൾസോ ഈ CGHS എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമും ഇതും ഒരു ഓൾഡസ്റ്റ് സ്കീം തന്നെയാണ്. പക്ഷേ ഇതിന് കറന്റ്ലി ആണ് ഇത് പ്രാക്ടീസിൽ വരുന്നത്. പ്രാക്ടീസിൽ വരെയല്ല, ഇത്ര ഇഫക്റ്റീവ് ആയിട്ട് വരുന്നത് കറന്റ് ഇയേഴ്സിലാണ്, എന്ന് വെച്ചാൽ അടുത്ത കാലഘട്ടങ്ങളിലാണ്. ഏത് ഇൻഷുറൻസിനും അത്രയധികം പ്രാധാന്യങ്ങൾ വരുന്നത് എപ്പോഴാ? ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് ഇത്ര ഇൻക്രീസ്ഡ് ആയിട്ട് വരുന്നത്, പോപ്പുലാരിറ്റി നേടുന്നത്. ബിക്കോസ് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതിന്റെ ഫാക്ടേഴ്സ് എന്താന്ന് വെച്ചാൽ, ഒന്ന് നമ്മളുടെ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള വെറൈറ്റീസ് ഓഫ് ഡിസീസസ്, നമ്മളിൽ കടന്നുകൂടുന്ന പല രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ വർദ്ധിച്ചു വരുന്ന രോഗങ്ങളും, കൂടാതെ ഈ രോഗങ്ങൾക്കൊക്കെ നമുക്ക് എടുക്കേണ്ട ട്രീറ്റ്മെന്റുകളുടെ എക്സ്പെൻസും, ഇത് രണ്ടും വളരെ ഹ്യൂജ് ആയിട്ട് ഇങ്ങനെ ഭയങ്കര എന്താ പറയാ മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പെരുകിക്കൊണ്ടിരിക്കുന്ന രണ്ട് സാഹചര്യങ്ങളിലാണ് ഇത്തരം ഇൻഷുറൻസ് സ്കീമുകൾക്കൊക്കെ ഇത്ര ഇഫക്റ്റീവ് ആയിട്ട് വരാനുള്ള കാരണം. പണ്ട് തുടങ്ങിയുള്ളതാണ്, പക്ഷെ ഇത് ഇഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്, അല്ലെങ്കിൽ സാഹചര്യങ്ങളിലാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ആൻഡ് ദിസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 1954. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1954 ആൻഡ് മെയിൻലി ഇത് ആർക്ക് കവറേജ് കൊടുക്കാന്നാണെന്നുള്ള അറിയാമോ? ഗവൺമെന്റ് എംപ്ലോയീസിനാണ്. ഓക്കെ, ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സിനാണ്. എന്താണ് ഇപ്പോൾ ചാപ്റ്റേഴ്സ് അപ്പൊ 1954 ഇൻട്രൊഡ്യൂസ് ചെയ്ത സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനെയും പെൻഷനേഴ്സിനെയും ബെനിഫിറ്റബിൾ ആകുന്ന രീതിയിലാണ്, അവർക്ക് കവറേജ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നേക്കുന്നത്. നമുക്കറിയാം ഗവൺമെന്റ് എംപ്ലോയീസിന്റെ പെൻഷൻ കിട്ടുന്നത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ പെൻഷനേഴ്സ്, അവർക്കും ഈ രണ്ടു കൂട്ടർക്കും കൂടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ആൻഡ് ഈ പറയുന്ന ഒരു സ്കീം എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ ലാർജ് വോളിയം ഓഫ് ബെനിഫിഷ്യറീസ്. ഒരുപാട് ആൾക്കാർ ഈ ബെനിഫിറ്റിന് അർഹരായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കീം എന്ന് പറയുന്നത് മറ്റ് കമ്പയർഡ് ടു അതർ സ്കീംസ് ഇറ്റ് ഈസ് എ ഡിസ്റ്റിങ്ഷ്ഡ് വൺ. ഡിസ്റ്റിങ്ഷ്ഡ് പറയുന്നത് ഡിസ്റ്റിങ്റ്റീവ് വൺ എന്ന് പറയാം. നമുക്ക് മറ്റ് സ്കീമുകളിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തതയുള്ള ഒരു സ്കീം കൂടിയാണ്. വ്യത്യസ്തമാക്കുന്നത് അത് തന്നെയാണ്. ഒരുപാട് ബെനിഫിഷ്യറീസ് ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഗവൺമെന്റ് എംപ്ലോയീസ് ആയിട്ടും പെൻഷനേഴ്സ് ആയിട്ടും വരുമ്പോൾ തന്നെ ഒരു ഹ്യൂജ് വോളിയം ഓഫ് ആളുകൾ ഉണ്ടാകുമല്ലോ. അതുകൊണ്ടാണ് ഇത് മറ്റ് സ്കീമുകളിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തതയുണ്ട് ഇതിന്. ആൻഡ് ഇതിന്റെ കവറേജ് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെന്റ് എംപ്ലോയീസ്, പെൻഷനേഴ്സ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ഒരു സ്കീം. അപ്പൊ എന്തൊക്കെയാണ് CGHSനെ കുറിച്ച് നമ്മൾ അറിയേണ്ടത്? സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമാണ്. കറന്റ്ലി ആണ് അത് ഇഫക്റ്റീവ് ആയത്. 1954 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ഗവൺമെന്റ് എംപ്ലോയീസിനെയും പെൻഷനേഴ്സിനെയും കവറേജ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു ലാർജ് അല്ലെങ്കിൽ ഹ്യൂജ് വോളിയം ഓഫ് ബെനിഫിഷ്യറീസിൽ ഇതിൽ കണക്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ഡിസ്റ്റിങ്റ്റീവ് വൺ. അതൊരു വ്യത്യസ്തമായ രീതിയിലുള്ള സ്കീം തന്നെയാണ്. ഫാമിലി മെമ്പേഴ്സിനും പെൻഷനേഴ്സിനും ഗവൺമെന്റ് എംപ്ലോയീസിന്റെ പെൻഷനേഴ്സ് ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒരു പാരഗ്രാഫ് മനസ്സിലായില്ലേ? എനി ഡൗട്ട്? ഒക്കെ തന്നെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കുഴപ്പമില്ലല്ലോ? യെസ്. Now let's see who are the beneficiaries of this scheme. ഈ ഒരു സ്കീമിന്റെ CGHSന്റെ ബെനിഫിഷ്യറീസ് എന്ന് വെച്ചാൽ ഇതിന്റെ നേട്ടം കിട്ടുന്നവര്, അല്ലെ, ഇതിന്റെ നേട്ടം അനുഭവിക്കുന്നവര്. ഒറ്റ വേർഡ് പറയാനായിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാറില്ല. ഓക്കെ, അപ്പൊ ബെനിഫിഷ്യറീസ് ആരൊക്കെ നോക്കാം. ആർക്കൊക്കെയാണ് ഈ ഒരു സ്കീമില് പങ്കുചേരാൻ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഫെസിലിറ്റി ഉള്ളത്, ഓപ്പർച്യൂണിറ്റി ഉള്ളത്? ഒന്ന്, ഓൾ സെൻട്രൽ ഗവൺമെന്റ് സർവൻസ് ആണ്. എല്ലാ കേന്ദ്ര ഗവൺമെന്റ് സർവന്റുകൾക്കും ഈ ഇതിന്റെ ബെനിഫിഷ്യറി ആകാം. പിന്നെ പെൻഷനേഴ്സ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്, പെൻഷൻ ഉള്ളവർക്കും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ഇതിനകത്ത് എന്താ പറയാ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഓണറബിൾ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് അംഗങ്ങൾ, ഓണറബിൾ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്, അവർക്കും ഇതിനകത്ത് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ കവറേജ് കിട്ടുന്നുണ്ട്. ഓണറബിൾ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ സുപ്രീം കോർട്ടിന്റെ ഓണറബിൾ ജഡ്ജിന് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എംപ്ലോയി ആൻഡ് പെൻഷനേഴ്സ് ഓഫ് ഓട്ടോണമസ് ബോഡീസ് കവേർഡ് അണ്ടർ CGHS. ഈ മാത്രമല്ല എംപ്ലോയീസും പെൻഷനേഴ്സും, എങ്ങനെയുള്ള പെൻഷനേഴ്സ് എടുത്തു പറയുന്നത്? സാധാ പെൻഷനേഴ്സ് കൂടാതെ തന്നെ ഓട്ടോണമസ് ബോഡിയുടെ, അതായത് ഗവൺമെന്റ് നമുക്കറിയാം ചില ഫേമുകളെ, കമ്പനികളെ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളെയൊക്കെ ഗവേൺ ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്ത് അല്ലെ. അപ്പൊ അത് ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ്. അതേസമയം ഗവൺമെന്റ് അധികാരപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാം, നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളൊരു അതോറിറ്റി, ഒരു അധികാരം കൊടുത്തിരിക്കുന്ന ബോഡീസ് ഉണ്ട്. അതാണ് ഓട്ടോണമസ് ബോഡി. ഗവൺമെന്റിന്റേതായ അതേ അധികാരികൾ അവർക്ക് കൂടി കൊടുത്തേക്കാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഓട്ടോണമസ് കോളേജ് കേട്ടിട്ടില്ലേ?
ഓട്ടോണമസ് ഗവൺമെന്റ് കോളേജുകൾ പോലെ തന്നെ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓട്ടോണമസ് കോളേജസ് എന്ന് വെച്ചാൽ they can make decisions and also act in the മാനേജ്മെന്റിന്റെ ഭാഗത്തൊക്കെ സ്വന്തമായിട്ടൊക്കെ ആക്ട് ചെയ്യാനൊക്കെ ഉള്ള അധികാരം. ഓക്കെ, അപ്പൊ ആ രീതിയിലുള്ള ബോഡീസിനെയാണ് നമ്മൾ ഓട്ടോണമസ് ബോഡീസ് വിളിക്കുക. അതിനകത്ത് പെൻഷനേഴ്സ്, അവിടെ പെൻഷൻ പറ്റിയവരുണ്ടെങ്കിൽ അവർക്കും അവരുടെ എംപ്ലോയീസിനും അതൊക്കെ അവർക്ക് ഈ പറയുന്ന CGHS കവറേജ് കിട്ടുന്നതാണ്. പിന്നെ ഫോർമർ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് ഓൾസോ ഓണറബിൾ ഹൈക്കോർട്സിന്റെയും സുപ്രീം കോർട്ടിന്റെയൊക്കെ ഫോർമർ ജഡ്ജസ്, മുൻകാലത്തിലുണ്ടായിരുന്ന ജഡ്ജിമാർ ഇല്ലേ, അവർക്കും ഇതിന് അർഹതയുണ്ട്. ഫ്രീഡം ഫൈറ്റേഴ്സിനും ഇതിനകത്ത് കവറേജ് കിട്ടുന്നുണ്ട്. അറിയാലോ ഫ്രീഡം ഫൈറ്റേഴ്സ് ആരാണ്. പിന്നെ എംപ്ലോയീസ് ഓഫ് റെയിൽവേ ബോർഡിലെ ജേർണലിസ്റ്റുകൾ, അതായത് പ്രസ് അസോസിയേഷനിലെ മെമ്പർമാരായിട്ടുള്ള ജേർണലിസ്റ്റുകളൊക്കെ ഉണ്ട്. എന്താ പറയാ, റെയിൽവേയുടെ അർദ്ധ സർക്കാർ സ്ഥാപനമാണല്ലോ. അപ്പൊ അവിടുത്തെ എംപ്ലോയീസിന് അവർക്കും ഇതിനകത്ത് കവറേജ് കിട്ടുന്നതാണ്. ലാസ്റ്റ് വൺ സിവിലിയൻ എംപ്ലോയീസ് ഓഫ് ഡിഫൻസിലെ എംപ്ലോയീസിനും ഈ പറയുന്ന കവറേജ് കിട്ടുന്ന CGHS കവറേജ് കിട്ടുന്നവരാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ CGHS സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ഭാഗമാകാൻ അല്ലെങ്കിൽ അതിന്റെ ബെനഫിറ്റുകൾ കിട്ടാൻ ലഭ്യമാക്കാനുള്ള അർഹതയുള്ളവരാണ്. ഓക്കെ, ഈ പറയുന്ന ആളുകൾ. അപ്പൊ ഇത് മറക്കണ്ട, ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തന്നെയാണ്. ഇത് ബെനഫിഷ്യറീസ് ഓഫ് CGHS പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ടിക്ക് ചെയ്ത് വെച്ചേക്ക് അല്ലെങ്കിൽ എഴുതി വെച്ചേക്ക്. കൂടാതെ ഒന്നാമത്തെ പാരഗ്രാഫിൽ എന്നാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ആരാ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യം 2-3 പോയിന്റ് അവിടെ എടുത്തിട്ട് പറയുന്നുണ്ട് അല്ലെ. CGHSന്റെ ഫുൾ ഫോം ഓക്കെ അണ്ടർലൈൻ ചെയ്തേക്ക. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർലൈൻ ചെയ്തേക്ക, കാരണം അവരാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 1954 ആ ഇയർ തുടങ്ങിയ വർഷം അത് അണ്ടർലൈൻ ചെയ്തേക്ക. ആൻഡ് ആർക്കൊക്കെയാണ് അതിന്റെ കവറേജ് ചെയ്തത്? ഗവൺമെന്റ് എംപ്ലോയീസ്, പെൻഷനേഴ്സ് ആൻഡ് ദെയർ ഫാമിലീസ്. ആ ലാസ്റ്റത്തെ ഈ ഒരു സെന്റൻസ് ഇല്ല, ആ ഒരു കഷ്ണം, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അവിടെ അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നേരത്തെ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആൻഡ് ബെനഫിഷ്യറീസ് ആരൊക്കെയാണ്? ക്ലിയർ ആണോ ഇത്ര വരെ? Any doubts? No. Yes. Okay. ഇനി ഈ സ്കീം പ്രകാരം എലിജിബിൾ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ക്യാൻ ഗെറ്റ് ദ ഫോളോയിങ് ഹെൽത്ത് ബെനിഫിറ്റ്സ്. ഇനി ഇവർക്ക് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഈ പറയുന്ന ബെനിഫിഷ്യറീസിന് ലഭ്യമാകുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് എന്ത് ബെനിഫിറ്റ് ആണ് അവർക്ക് കിട്ടുന്നത്? നമ്മൾ പറഞ്ഞല്ലോ, ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്, ഓണറബിൾ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്, പിന്നെ പെൻഷനേഴ്സിനും ഫാമിലി മെമ്പേഴ്സിനും, സുപ്രീം കോടതിന്റെ ജഡ്ജിന്, ഫോർമർ ജഡ്ജസിനുണ്ട് അല്ലെ, ഫ്രീഡം ഫൈറ്റേഴ്സിന്, സിവിലിയൻ ഡിഫൻസിലുള്ള സിവിലിയൻ എംപ്ലോയീസിനൊക്കെ ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. ഇനി അതിന് എന്തിനൊക്കെയുള്ള ബെനിഫിറ്റ് ആണ് അല്ലെങ്കിൽ എന്തിനൊക്കെയുള്ള കവറേജ് കിട്ടുന്നു എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എന്തൊക്കെ കവറേജ്? കവർ ഫോർ PPF ആണ്, പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് ആണ്. ഈ PF എന്ന് പറഞ്ഞാൽ എന്താ? പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സാലറിയിൽ നിന്നും ഒരു നിശ്ചിത തുക എല്ലാ മാസത്തെയും സാലറിയിൽ പിടിച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മളുടെ എമൗണ്ടിൽ നിന്ന് പിടിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ കൂടെ ഒരു സർട്ടൻ പെർസെന്റേജ് ഓഫ് എമൗണ്ട് നമ്മുടെ എംപ്ലോയ്മെന്റും നമുക്ക് തരുന്നുണ്ട്. എന്നുവെച്ചാൽ എന്റെ ഇപ്പൊ സാലറിയിൽ നിന്ന് ഇത്ര രൂപ വീതം പിടിച്ചു വെക്കുന്നു, അതോടൊപ്പം എംപ്ലോയ്മെന്റ് അവര് നമുക്ക് ആ സ്ഥാപനവും നമുക്ക് ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ നമ്മുടെ PF-ലേക്ക്, അപ്പൊ രണ്ടും കൂടി ചേർന്നൊരു എമൗണ്ട് അവിടെ കിടക്കും അല്ലെ. അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഓർ വെൻ ബി എന്താ പറയാ നമ്മളുടെ എന്താ പറയാ റിലീസ് ചെയ്ത് നമ്മുടെ എംപ്ലോയ്മെന്റിൽ നിന്ന് പോകുന്ന സമയത്ത് അറ്റ് എനി ടൈം ആ സമയത്ത് നമുക്ക് ആ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും അവിടെ കിടക്കുന്നത്. ഓക്കെ, അത് അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന കവറേജ് കിട്ടുന്നുണ്ട്. അപ്പൊ PPF-ലേക്കുള്ള കവറേജ്, ട്രീറ്റ്മെന്റ്, മെഡിസിൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ ഉള്ള കവറേജ് ഗവൺമെന്റ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനും ഒക്കെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ഈ CGHS പ്രകാരം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, എന്താണ് കൂടി എന്താ സംശയം? ഓട്ടോണമസ് എന്താണെന്നാണോ? ഞാൻ പറഞ്ഞല്ലോ, അതായത് സ്വന്തമായിട്ട് അവർക്ക് അവരെ തന്നെ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു എന്താ പറയാ അധികാരം, അതാണ് ഓട്ടോണമസ് ബോഡി എന്ന് പറയുന്നത്. ദേ ഹാവ് ദ ഫ്രീഡം ടു കൺട്രോൾ ആൻഡ് മാനേജ് ദംസെൽസ്. അവരുടെ സ്ഥാപനത്തെ അവർക്ക് തന്നെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഓട്ടോണമസ് ബോഡി അങ്ങനെയാണ്. എല്ലാ ഓട്ടോണമസ് ബോഡി ഏതെങ്കിലുമൊക്കെ അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അങ്ങനത്തെ കോളേജുകളുണ്ട്. അപ്പൊ അവർക്ക് അതായത് എല്ലാ കാര്യങ്ങളും അവർക്ക് സ്വന്തമായിട്ട് മാനേജ് ചെയ്ത് ചെയ്യാം, അവർക്ക് ഡിസിഷൻ എടുക്കാനുള്ള ഒരു അധികാരം കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ തന്നെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്.
ആൻഡ് അപ്പൊ PPF എന്ന് പറയുന്നതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ളത്, മെഡിസിൻസിന് വേണ്ടിയിട്ടുള്ളത്, അതിനുള്ള കവറേജ് ഒക്കെ ഗവൺമെന്റ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും CGHS പ്രകാരം കിട്ടുന്നുണ്ട്. ഫോർ കൺസൾട്ടേഷൻ അറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, അതായത് നമ്മളുടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഡോക്ടേഴ്സിനെ ഒക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലൊക്കെ കാണണമെങ്കിൽ സ്പെഷ്യൽ ഫീസ് ഒന്നും കൊടുക്കൊന്നും വേണ്ട, ഇവർക്ക് അതിനുള്ള ഫുൾ കവറേജ് കൺസൾട്ടേഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഇൻഡോർ ട്രീറ്റ്മെന്റുകൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ ഇൻഡോർ ട്രീറ്റ്മെന്റ് എന്തൊക്കെ വരുന്നുണ്ടോ, ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയി അതിനകത്ത് കിട്ടേണ്ട എല്ലാ ഫെസിലിറ്റീസും എല്ലാ കാര്യങ്ങളും അവർക്ക് ഈ പറയുന്ന കവറേജ് പ്രകാരം കിട്ടുന്നു. കൂടാതെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ മാത്രമല്ല എംപാനൽഡ് ഹോസ്പിറ്റൽസിലും കിട്ടുന്നുണ്ട്. എംപാനൽഡ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താ, എൻലിസ്റ്റഡ് ഹോസ്പിറ്റൽസ് ആണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന CGHS എന്ന് പറയുന്ന ഇൻഷുറൻസ് കവറേജ് കിട്ടുന്ന ചില ഹോസ്പിറ്റലുകളുടെ നെയിമുകളൊക്കെ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന ഹോസ്പിറ്റൽസിൽ മാത്രമേ അത് കിട്ടുള്ളൂ, അപ്പൊ അവിടെ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഹോസ്പിറ്റൽസിൽ നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചില സൗകര്യങ്ങൾ കുറവാണ്, സോ ഇവരെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എല്ലാ ഹോസ്പിറ്റൽസിലും ഈ CGHSന്റെ സ്കീം വരുന്ന ഹോസ്പിറ്റൽസിലായിരിക്കില്ല, അവിടെ ട്രീറ്റ്മെന്റ് ഒന്നും ഇതനുസരിച്ച് കൊടുക്കുന്നതാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ് നോക്കി അവിടെ നമുക്ക് എവിടെയാണോ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് അങ്ങോട്ടേക്ക് നമുക്ക് കൊണ്ടുപോകാനും അവിടെ അതിന്റെ കവറേജ് കിട്ടുവാനും പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. ഇനി കവർ ഫോർ ഫാമിലി വെൽഫെയർ സർവീസസ്, ഇനി അവരുടെ കുടുംബത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ചില കവറേജുകൾ, അതായത് ഫാമിലി മെമ്പേഴ്സ്, ഫാമിലിക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് കവറേജ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഫാമിലി ഗവൺമെന്റ് എംപ്ലോയീസിനും അതുപോലെ പെൻഷനേഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് CGHS. അത് മറ്റൊരു ബെനിഫിറ്റ് ആണ്. കവർ ഫോർ മെറ്റേണിറ്റി എക്സ്പെൻസസ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്തൊക്കെയോ ചില കാര്യങ്ങൾക്കൊക്കെ പ്രഗ്നൻസിക്ക് ഒന്നും ഇൻഷുറൻസ് കവറേജ് ഒന്നും കിട്ടില്ല, എന്നാൽ ചില ഇൻഷുറൻസുകൾക്ക് അതിൻ്റെതായ കണ്ടീഷൻസ് സെപ്പറേറ്റ്ലി ഉണ്ട്. ഓരോ ഇൻഷുറൻസ് പ്ലാനുകളും ഓരോ രീതിയിലാണ്, എല്ലാം ഒരുപോലെയല്ല. അപ്പൊ ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകൾ, പ്രത്യേകതകൾ അനുസരിച്ച് തന്നെ അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന കവറേജുകളും ഒക്കെ ബെനിഫിറ്റുകളും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ CGHSല് മെറ്റേണിറ്റി എക്സ്പെൻസുകൾ കവർ ചെയ്യാനുള്ള കവറേജ് കിട്ടുന്നുണ്ട്. പിന്നെ ലാസ്റ്റ്ലി ബട്ട് നോട്ട് ലീസ്റ്റ് കവർ ഫോർ ആയുഷ്. ആയുഷ് എന്താണ്? ആയുഷ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്, ഒരു ട്രീറ്റ്മെന്റ് അല്ല, കുറെ ട്രീറ്റ്മെന്റുകൾ ഒരുമിച്ച് ചേർത്ത് മറ്റു വേർഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വേർഡ് ബൈ വേർഡ് ആയിട്ട് തന്നിട്ടുണ്ട്. ആയുഷിന്റെ ഫുൾ ഫോം ആയിട്ട് ആയുർവേദ, യോഗ ആൻഡ് നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി. ഇതും ഓരോ തരം ചികിത്സകളാണ് അല്ലെ, എല്ലാം ഒരുപോലെയല്ല നമുക്കറിയാം അല്ലെ. അപ്പൊ എല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള ചികിത്സാ രീതികളാണ്. ഇതിൽ ഏത് ചികിത്സയാണോ നേടുന്നത് ആ ചികിത്സകൾക്കൊക്കെ എന്ത് കിട്ടുന്നുണ്ട്, കവറേജ് കിട്ടുന്നുണ്ട്. അതാണ് ആ ആയുഷ് എന്ന ഒറ്റ വേർഡ് കൊണ്ട്. അപ്പൊ ആയുഷ് ട്രീറ്റ്മെന്റുകൾക്ക് വരുന്ന എല്ലാ തരത്തിലുള്ള ചെലവുകളും ഈ CGHS എന്ന് പറയുന്ന സ്കീം പ്രകാരം ബെനിഫിറ്റ് കിട്ടുന്നതാണ്. അപ്പൊ ദീസ് ആർ ദ ബെനിഫിറ്റ്സ് അണ്ടർ CGHS. CGHS പ്രകാരമുള്ള ബെനിഫിറ്റുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ കവർ ഫോർ PPF ട്രീറ്റ്മെന്റ് ആൻഡ് ഓൾസോ ഇഷ്യൂൻസ് ഓഫ് മെഡിസിൻ. രണ്ടാമത്തേത് കൺസൾട്ടേഷൻ കവറേജ് അറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. മൂന്ന് ഇൻഡോർ ട്രീറ്റ്മെന്റ് അറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആസ് വെൽ ആസ് എംപാനൽഡ് ഹോസ്പിറ്റൽസ്, അതായത് ലിസ്റ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ്. കവറേജ് ഫോർ ഫാമിലി വെൽഫെയർ സർവീസസ്, മെറ്റേണിറ്റി എക്സ്പെൻസ് കവറേജ് ആൻഡ് ഓൾസോ കവർ ഫോർ ആയുഷ് ട്രീറ്റ്മെന്റ്. ആയുഷിന്റെ ആ വേർഡ് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നു, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. CGHSലെ ബെനിഫിറ്റുകൾ ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ ഒപ്പം അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയുഷിന്റെ ആ ഒരു വേർഡ് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ചെയ്തോ? മനസ്സിലായോ ഇവിടെ വരെ? CGHS എന്ന് പറയുന്ന ഇൻഷുറൻസ് സ്കീം എന്താണെന്നും ആ സ്കീമിന്റെ ബെനഫിഷ്യറീസ് ആരൊക്കെയാണെന്നും അവർക്ക് കിട്ടുന്ന ബെനഫിറ്റുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പോ 3 കാര്യങ്ങളാ പറഞ്ഞത്, 3 ഹെഡുകളാ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ, പെട്ടെന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് അടുത്തതിലേക്ക് പോകാം. ഒന്ന് വെറുതെ വായിച്ച ഇപ്പൊ തന്നെ പഠിച്ചോന്നുള്ളൂ, ഇനി വേറൊരു ദിവസം അതിന് വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമില്ല.
പറഞ്ഞതെല്ലാം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. ബെനിഫിഷ്യറീസ് ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റുകളും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പ്രത്യേകം അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞതും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, സോ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി ഈ CGHS പ്രകാരം how can they identify these government employees and pensioners and their families? നമുക്ക് ഈ പറയുന്ന ആൾക്കാരൊക്കെ യുനാനി എന്ന് പറയുന്ന ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, പഠിച്ചിട്ടില്ലേ? നോക്കിയാ ഉണ്ടല്ലോ നിങ്ങൾക്ക്. ഫസ്റ്റ് ഒന്നാമത്തെ മൊഡ്യൂളിലോ ഒന്നാമത്തെ രണ്ടാമത്തെ ചാപ്റ്ററിൽ എങ്ങാണ്ട് തോന്നുന്നത് അതൊക്കെ മെൻഷൻ ചെയ്ത് വന്നിട്ടുണ്ട്. വേറെയും ചാപ്റ്റേഴ്സിൽ മെൻഷൻ ചെയ്ത് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലാത്തത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഇല്ലാതെ പോയത് കേട്ടെ. അതൊക്കെ ട്രീറ്റ്മെന്റ് ആണ്. യുനാനി ചികിത്സയെ കുറിച്ചിട്ടൊക്കെ അവർ വളരെ വ്യക്തമായിട്ട് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഒരു അറിവ്. ടീച്ചേഴ്സ് ഒക്കെ അവിടെ പറയുമ്പോൾ ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ CGHS ആണ് ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്. CGHSന്റെ അതായത് ഈ പറയുന്ന ഗവൺമെന്റ് എംപ്ലോയീസ് ആയാലും പെൻഷനേഴ്സ് ആയാലും അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അപ്പൊ അതിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് ദേ ആർ പ്രൊവൈഡഡ് സം കാർഡ്സ്. അവർക്ക് കുറച്ച് കാർഡുകൾ കൊടുത്തിരിക്കുകയാണ് ഗവൺമെന്റ് എംപ്ലോയീസ്. അതുപോലെ തന്നെ ഈ പറയുന്ന CGHSന്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ദേ ആർ പ്രൊവൈഡഡ് പ്ലാസ്റ്റിക് കാർഡ്, ഒരു പ്ലാസ്റ്റിക് ID കാർഡ് അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് അത് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും CGHS കാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഈ CGHS കാർഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്തൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പർ വെച്ചിട്ട് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ നമ്പർ വെച്ച് മാത്രമല്ല സെപ്പറേറ്റ്ലി ഇവരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വൈറ്റ് കാർഡ്, ഈ പറയുന്ന ID കാർഡ് പ്ലാസ്റ്റിക് കാർഡ് എന്ന് പറയുന്ന ഒരു വൈറ്റ് കാർഡാണ്. ബട്ട് ഇറ്റ് ഹാവ് സ്ട്രൈപ്സ്. അതിനകത്ത് റെഡ്, യെല്ലോ, ഗ്രീൻ ആൻഡ് ബ്ലൂ ഇങ്ങനെ 4 കളേർഡ് ആയിട്ടുള്ള സ്ട്രൈപ്സ് ആ വൈറ്റ് കാർഡ് വന്നിട്ടുണ്ട്. ഈ കളറുകൾ നോക്കിയിട്ടാണ് ഏത് ബെനിഫിഷ്യറി ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുക. മനസ്സിലായോ? ഈ പറയുന്ന CGHS പ്രകാരമുള്ള ഏത് വിഭാഗത്തിൽ വരുന്ന ബെനിഫിഷ്യറി ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ സ്ട്രൈപ്പ് കളർ. കളറിന്റെ ആ സ്ട്രൈപ്പിന്റെ കളർ ഉപയോഗിച്ചിട്ടാണ്. അതിനുവേണ്ടി 4 കളറുകളായിട്ടുള്ള സ്ട്രൈപ്സ് ആണ് ഈ വൈറ്റ് കാർഡിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് കളറ്? യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഓക്കെ, യെല്ലോ, ബ്ലൂ, റെഡ് ആൻഡ് ഗ്രീൻ ആണ്. ഇനി ഓരോ കാർഡും ആരെ റെപ്രസെന്റ് ചെയ്യുന്നതാ? ആദ്യത്തേത് യെല്ലോ കാർഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബെനിഫിഷ്യറീസിന്റെ പേരുകള്. ആ പറയുന്ന ആൾക്കാരുടെ വിഭാഗത്തിൽ തന്നെ വരുന്നവരാ. ഒന്ന് ജേർണലിസ്റ്റ് ഓഫ് ഓട്ടോണമസ് കമ്പനിയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓട്ടോണമസ് കമ്പനികളിലൊക്കെ ഉള്ള ഒരു ജേർണലിസ്റ്റുകൾക്ക് കൊടുത്തിരിക്കുന്ന കാർഡിന്റെ കളറ് യെല്ലോ ആണ്. ഇനി ബ്ലൂ കാർഡ് കൊടുത്തിട്ടുണ്ട്. ഈ കാർഡിന്റെ കളർ അല്ല കേട്ടോ, കാർഡ് വൈറ്റ് ആണ്. അതുമ്പോൾ സ്ട്രൈപ്പ് ഉണ്ട്, ഇങ്ങനെ വര യെല്ലോ കളർ ആണെങ്കിൽ ജേർണലിസ്റ്റ് ഓഫ് ഓട്ടോണമസ് ബോഡി ഓർ കമ്പനി. ബ്ലൂ ആണെങ്കിൽ സെർവിംഗ് ഗവൺമെന്റ് എംപ്ലോയി, ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന കാർഡ് ബ്ലൂ കളർ സ്ട്രൈപ്പ് ഉള്ള കാർഡാണ്. ഓക്കെ, ഇനി റെഡ് കളർ ഉണ്ട്. ഇറ്റ്സ് ഫോർ മെമ്പർ ഓഫ് പാർലമെന്റ്. മെമ്പർ ഓഫ് പാർലമെന്റിനുള്ളതാണ് റെഡ് കളർ സ്ട്രൈപ്പ് ഉള്ള കാർഡ് എന്ന് പറയുന്നത്. ആൻഡ് ഗ്രീൻ കളർ ഈസ് ഫോർ ദ പെൻഷനർ. പെൻഷനർക്ക്, പിന്നെ എക്സ് മിനിസ്റ്റർ, എക്സ് MP ഉണ്ടാവുമല്ലോ, മെമ്പർ ഓഫ് പാർലമെന്റ് റിട്ടയർ ചെയ്തിട്ടുള്ളവര്, അവർക്ക്, പിന്നെ റിട്ടയേർഡ് പേഴ്സണ്, ജോലിയിൽ വിരമിച്ച ആൾക്കാർക്ക്, ഫ്രീഡം ഫൈറ്റേഴ്സിന്, ഓക്കെ, ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ പറയുന്ന ഏത് കാർഡ്? ഗ്രീൻ കളേർഡ് സ്ട്രൈപ്പ് ഉള്ള കാർഡ് എന്ന് പറയുന്നത്. അങ്ങനെ 4 രീതിയിലാണ് ഈ കാർഡുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. യെല്ലോ ആർക്കാണ്? ജേർണലിസ്റ്റ് ഓഫ് ഓട്ടോണമസ് കമ്പനി. ബ്ലൂ കാർഡ് സെർവിംഗ് ഗവൺമെന്റ് എംപ്ലോയി ആണ്. റെഡ് മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്. ഗ്രീൻ പെൻഷനർ, എക്സ് MP, റിട്ടയർഡ് പേഴ്സണൽ, ഫ്രീഡം ഫൈറ്റേഴ്സ്, ഇവർക്കൊക്കെ ഉള്ളതാണ്. ഇനി ഇവരുടെ ഈ പറയുന്ന കാർഡുകളുടെ വാലിഡിറ്റി ഇല്ലേ, ലാസ്റ്റ് പറഞ്ഞ വിഭാഗം ഗ്രീൻ കളർ, അവരുടെ കാർഡുകളുടെ കാലാവധി, അവരുടെ ഡ്യൂറേഷൻ, മെച്ചൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് അപ് ടു ദ ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ് ആണ്. റിട്ടയർമെന്റ് ഡേറ്റ് വരെയുള്ളൂ. പക്ഷേ they can extend their validity. ഈ പറയുന്ന പെൻഷന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഈ കാർഡിന്റെ എന്താ പറയാ വാലിഡിറ്റി നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം.
പോസ്റ്റ് റിട്ടയർമെന്റ്, അതായത് റിട്ടയർമെന്റിന് ശേഷമുള്ള കാലാവധിയിലേക്കും ഈ കാർഡിന്റെ കാലാവധി വേണമെങ്കിൽ നീട്ടാം. അതെങ്ങനെ നീട്ടണം എന്നറിയാമോ? ബിഫോർ ദ റിട്ടയർമെന്റിന്റെ തൊട്ട് മുന്നത്തെ വർഷം തന്നെ അതിന്റെ കാര്യങ്ങൾ പേപ്പേഴ്സ് ഒക്കെ ക്ലിയർ ചെയ്തോണ്ട്. ഇപ്പൊ അടുത്ത വർഷം റിട്ടയർ ചെയ്യാൻ പോകുന്ന ഒരാള് ആ റിട്ടയർമെന്റ് വരെ ഈ കാർഡ് വെച്ചിട്ട് പുള്ളിക്കാരന് ഏതെങ്കിലും ഹോസ്പിറ്റൽസിലൊക്കെ എന്തെങ്കിലും ചികിത്സയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ അത് വരെ കിട്ടും, റിട്ടയർമെന്റ് ഡേറ്റ് വരെ കിട്ടും. പക്ഷെ എന്നാൽ റിട്ടയർമെന്റ് ശേഷവും നമുക്ക് അസുഖം വരാൻ പാടില്ലെന്നൊന്നുമില്ലല്ലോ. റിട്ടയർമെന്റിന് ശേഷം വരുന്ന അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളൊക്കെ മുഴുവൻ വാർദ്ധക്യ കാലത്തുള്ള എന്താ പറയാ മെഡിക്കൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അവിടെയും നമുക്ക് ആ കാലഘട്ടത്തിൽ നമുക്ക് അതിന്റെ ആ ഒരു എന്താ പറയാ ബെനിഫിറ്റ് നമുക്ക് അവൈലബിൾ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ റിട്ടയർമെന്റ് അടുത്ത വർഷമാണെങ്കിൽ ഈ വർഷം തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഈ റിട്ടയർമെന്റ് പോസ്റ്റ് റിട്ടയർമെന്റ് ആക്കി മാറ്റാനായിട്ട് നോക്കണം എന്നാണ് പറയുന്നത്. ഇയർ ബിഫോർ ദ കംപ്ലീഷൻ, റിട്ടയർമെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു വർഷം മുമ്പെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്താൽ മതി എന്നാണ്. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ വീണ്ടും കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇത് ഗ്രീൻ കാർഡ്, ഗ്രീൻ സ്ട്രൈപ്പ് ഉള്ള കാർഡുകളുടെ ബെനിഫിറ്റിന് ഉള്ളത്. അപ്പൊ 4 കളേഴ്സ് ആണ്. യെല്ലോ ജേർണലിസ്റ്റ് ഓഫ് ഓട്ടോണമസ് കമ്പനിയാണ്. ബ്ലൂ സെർവിംഗ് ഗവൺമെന്റ് എംപ്ലോയി, അതായത് നിലവില് ഗവൺമെന്റ് ജോലിക്കാരനായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക്, ചെയ്തുകൊണ്ടിരിക്കുന്നു, അതാണ് കണ്ടിന്യൂസ് ആണ്, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, റെഡ് കളർ എന്ന് പറയുന്നത് മെമ്പർ ഓഫ് പാർലമെന്റിനുള്ളതാണ്. ആൻഡ് ഗ്രീൻ കളറാണ് നമ്മൾ പറഞ്ഞ പെൻഷനർ, XMP, റിട്ടയേർഡ് പേഴ്സണൽ, ഫ്രീഡം ഫൈറ്റേഴ്സ് അവർക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ 4 കളറുകളും ആ കളറുകൾ ഓരോരുത്തരും ആരാണ് അതിന്റെ ബെനിഫിറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്യണം, അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. പിന്നെ ആ കാർഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കാര്യമില്ല, ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ആ ID കാണുമ്പോൾ, പ്ലാസ്റ്റിക് ID card with the photo which is issued by the government of India. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അണ്ടർലൈൻ ചെയ്തോ? ബ്ലൂ കാർഡ് എന്താണെന്ന് നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കിയേ. ബ്ലൂ കാർഡ് എന്തിനുള്ളതെന്നൊന്ന് വായിച്ചേ. സ്ക്രീൻ കാണുന്നുണ്ടോ? ഞാൻ വീണ്ടും പേര് കാണുമല്ലോ. പേരൊന്ന് ടൈപ്പ് ചെയ്തേ, പേര് ടൈപ്പ് ചെയ്യേ. ഞാൻ പേര് മറന്നില്ല. റിയ. യെസ്, റിയ ഒന്ന് വായിച്ചേ. റിയ, ബ്ലൂ കാർഡ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് അവിടെ എഴുതിയൊക്കെ ഉണ്ടോ നോക്കിയേ. സ്ക്രീൻ വായിക്കാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? റിയ, അതിന്റെ അർത്ഥം എന്താ മനസ്സിലാക്കിയത്? വാട്ട് ഡു യു നോ അബൌട്ട് ഗവൺമെന്റ് എംപ്ലോയി? ഗവൺമെന്റ് എംപ്ലോയിയെ നോക്കാൻ. കേട്ടില്ല? ഗവൺമെന്റ് എംപ്ലോയിയെ നോക്കാൻ. ഗവൺമെന്റ് എംപ്ലോയിയെ നോക്കാൻ. ഗവൺമെന്റ് എംപ്ലോയി നോക്കാനല്ല, ഗവൺമെന്റ് എംപ്ലോയി ഹു ഈസ് സ്റ്റിൽ വർക്കിംഗ് ഇൻ ഗവൺമെന്റ് സർവീസ്. ഗവൺമെന്റ് സർവീസിൽ ഇപ്പോഴും ജോലി ചെയ്യുന്ന ആൾ എന്നാണ് ഉദ്ദേശിച്ചത്. ഗവൺമെന്റ് എംപ്ലോയിനെ നോക്കാനല്ല, സെർവിങ് ഗവൺമെന്റ് എംപ്ലോയി, അതായത് ഗവൺമെന്റിനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും, അതാണ് ഞാൻ പറഞ്ഞത്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇപ്പോഴും ജോലി ചെയ്യുന്ന ആളുകൾ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അറ്റ് പ്രസന്റ് ഗവൺമെന്റ് ജോലി സേവനം ചെയ്യുന്ന ആളാണ്. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് CGHS കാർഡിനെ കുറിച്ച് അറിയാം. അപ്പൊ കാർഡ് ആരാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? അതൊരു ID പ്ലാസ്റ്റിക് കാർഡാണ് വിത്ത് ഫോട്ടോ ഉണ്ടായിരിക്കും, ഒരു യൂണിക് നമ്പർ ഉണ്ടായിരിക്കും. ഇനി അതിന് ഒരു വൈറ്റ് കാർഡാണ്, അതിന് കളേർഡ് സ്ട്രൈപ്സ് ആണുള്ളത്. ആ സ്ട്രൈപ്പുകളുടെ നിറങ്ങളാണ് നമ്മൾ പറഞ്ഞത് യെല്ലോ, ബ്ലൂ, റെഡ് ആൻഡ് ഗ്രീൻ ആണ്. 4 വിഭാഗങ്ങൾക്കുള്ളതാണ് അല്ലെ. എല്ലാവരും കൂടി ഒരാൾക്കല്ല കൊടുത്തിരിക്കുന്നത്. ആ കാർഡുകളുടെ നിറം വെച്ചിട്ട് they can identify ഏത് വിഭാഗത്തിലാണ് ഈ പറയുന്ന ആൾക്കാർ പെടുക എന്ന് അവർക്ക് മനസ്സിലാക്കും. ഓക്കെ, ഫോർ ദാറ്റ്, അതിന് വേണ്ടിയിട്ടാണ്, ആ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുക. ആൻഡ് അടുത്തത്, ഇനി നമ്മൾ വീണ്ടും അടുത്ത ഒരു ഇൻഷുറൻസ് സ്കീമിലേക്ക് ആണ് പോകുന്നത്. അപ്പൊ നമ്മള് SHI സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പഠിച്ചു, ESI എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് പഠിച്ചു, പിന്നെ നമ്മൾ CGHS സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. അങ്ങനെ 3 സ്കീമുകൾ അല്ലെങ്കിൽ 3 രീതിയിലുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരുന്നു. 3 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആൻഡ് അതർ വൺ വീണ്ടും മറ്റൊരു പദ്ധതി
പദ്ധതി, എന്താ പറയുക, ഇൻഷുറൻസ് പദ്ധതി ഗവൺമെന്റ് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത മറ്റൊരു പദ്ധതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇറ്റ് ഈസ് എ ഫെമിലിയർ വൺ. കൂടുതലും ആളുകൾക്ക് ഉള്ളതാണ് അല്ലെ. ഈ സ്കീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ടായിരിക്കും. ആ ഒരു സ്കീമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, RSBY. എന്താണ്? രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന എന്ന് നമ്മൾ അധികം കേട്ടിട്ടില്ലെങ്കിലും RSBY എന്ന് എപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. RSBY കാർഡ് ഉണ്ടോ? ഹോസ്പിറ്റൽസിലൊക്കെ ചെന്ന് നമ്മൾ നിൽക്കുമ്പോഴെങ്കിലും മറ്റുള്ളവർ ആരോടെങ്കിലും ഒക്കെ ചോദിക്കുന്നത് RSBY കാർഡ് ഉള്ളവരാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കും. നമ്മൾക്ക് സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് അല്ലെങ്കിലും മറ്റുള്ളവരോട് ചോദിക്കുന്നെങ്കിലും ചിലപ്പോൾ നമ്മുടെ ചെവിയിൽ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ആ കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ആർക്ക് എന്താ പറയാ, ഇൻഷുറൻസ് പദ്ധതിയുടെ ഒരു ഭാഗം തന്നെയാണ്. കുറച്ച് അപ്ലിഫ്റ്റ്മെന്റ് ഫോർ പുവർ പീപ്പിൾ, അതായത് പോവർട്ടി ലൈനിന് ബിലോ കിടക്കുന്ന ആളുകളെയൊക്കെ കുറച്ച് അവർക്കും ക്വാളിറ്റി ട്രീറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാനും അല്ലെ, അവർക്ക് അതുപോലെയുള്ള ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു സ്കീം തന്നെയാണ്, വിച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ 1st April 2008. അധിക കാലമൊന്നും ആയിട്ടില്ല RSBY ഒക്കെ നിലവിൽ വന്നത്. മറ്റേത് നേരത്തെ പറഞ്ഞിട്ട് 1948ലും 1954ലും ഒക്കെയാണ് എസ്റ്റാബ്ലിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ ഇത് അടുത്ത കാലഘട്ടങ്ങളിൽ 2008ലാണ് അല്ലെ. 10-16 വർഷം മുമ്പേ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് 1st Aprilലാണ്. ആൻഡ് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന അവരാണ്, അല്ലെങ്കിൽ ആ ഒരു വിഭാഗമാണ്, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു രാഷ്ട്രീയ ബീമ സ്വാസ്ഥ്യ ബീമ യോജന എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നത്. അതായത് ഇത് BPL ഫാമിലീസിനെ സപ്പോർട്ട് ചെയ്യാനാണ്, ബിലോ പോവർട്ടി ലൈൻ ഫാമിലീസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. And also the workers those who are working in unorganized sectors of India. അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള, അത്ര വലിയ ഓർഗനൈസ്ഡ് അല്ലാത്ത മേഖലകളിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ടവരായിട്ടുള്ള ജോലിക്കാർക്കും BPL ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന RSBY എന്ന് പറയുന്ന ഇൻഷുറൻസ് പദ്ധതി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പോലെ അറിയേണ്ടത്. അപ്പൊ അണ്ടർലൈൻ ചെയ്യേണ്ടത് RSBYയുടെ ഫുൾ ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്ത തീയതി തന്നിട്ടുണ്ട്, 1st April 2008 എന്ന്. പിന്നെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്ന് പറഞ്ഞിട്ട് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. BPL ഫാമിലീസിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതൊക്കെ അണ്ടർലൈൻ ചെയ്തേക്കുക. ആ വേർഡുകളൊക്കെ ഒന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്ന വേർഡുകളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഞാനിപ്പോ എടുത്ത് പറഞ്ഞ വേർഡുകളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. വേർഡോ ഫ്രേസോ എന്താവട്ടെ അണ്ടർലൈൻ ചെയ്തോ? വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുന്നതും അണ്ടർലൈൻ ചെയ്യുക കേട്ടോ ഞാൻ. ഓക്കെ, ഇനി ഇവിടെ എന്ത് കവറേജ് ആണ് ഈ ബെനഫിഷ്യറീസിന് കൊടുക്കുന്നത്? അതായത് ഈ പറയുന്ന BPL ഫാമിലീസിനും അതുപോലെ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സിനും ഒക്കെ എന്ത് ബെനിഫിറ്റ് ആണ് ഈ ഒരു RSBY കൊണ്ട് ഉള്ളത്? ഒന്നാമത്തേത് സം ഇൻഷുർഡ് ഓഫ് ₹30,000 ഫോർ എ വർക്കർ. അതായത് ഒരു ജോലിക്കാരിക്ക് 30,000 രൂപ വരെ സം ഇൻഷുർ ചെയ്യുന്നുണ്ട്. ഇത് പോളിസിയുടെ ഒരു തുക പോലെ. അതായത് അവർക്ക് എന്തെങ്കിലുമൊക്കെ രോഗങ്ങളൊക്കെ വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു 30,000 രൂപ വരെ മിനിമം ആണ് പറഞ്ഞിരിക്കുന്നത്. അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ ജോലി ചെയ്യുന്നവർക്ക് BPL ഫാമിലീസിനും ഒക്കെ വേണ്ടിയിട്ട് ആണ് 30,000 രൂപ വരെ ബെനിഫിറ്റ് കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഹോസ്പിറ്റലൈസേഷന് വേണ്ടി വരുന്ന എല്ലാ ചെലവുകളും കവർ കിട്ടുന്നുണ്ട്. പിന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നേരത്തെ ഉള്ള അസുഖങ്ങൾക്കും കവറേജ് കിട്ടുന്നത്. നമ്മൾ കുറച്ചു മുമ്പ് IRDA പറഞ്ഞു കുറെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രോഗങ്ങൾക്ക് കവറേജ് കിട്ടില്ല. നമുക്ക് ആ പോളിസി എടുക്കുന്നതിന് മുമ്പേ തന്നെ ചില രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ രോഗങ്ങൾക്ക് കവറേജ് കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ RSBY പ്രകാരം ഈ ഏർലിയർ ആയിട്ട് എക്സിസ്റ്റിംഗ് ചെയ്യുന്ന അസുഖങ്ങൾക്ക് നമുക്ക് കവറേജ് കിട്ടുന്നു. ബിക്കോസ് ദേ ആർ പോവർട്ടി ലൈൻ ഫാമിലീസ് അല്ലെ. അതായത് ബിലോ പോവർട്ടി ലൈനിലുള്ള ആളുകളാണ്. അവർക്ക് വേറെ മാർഗമൊന്നുമില്ല. അവർക്ക് കിട്ടുന്നത് തന്നെ വളരെ തുച്ഛമായ വേജസ് കൂലിയൊക്കെ ആയിരിക്കാം. അത് വെച്ചിട്ട് ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഒക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അവരെയൊക്കെ സെക്യൂർ ആക്കുക, സേഫ് ആക്കുക, അവരേക്കും ക്വാളിറ്റി ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസീസസിനും കവറേജ് കൊടുക്കുന്നു. ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഇവരെ വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ എങ്ങോട്ടേക്കെങ്കിലൊക്കെ മാറ്റണമെങ്കിൽ അസുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെ ഹോസ്പിറ്റൽസിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ മാക്സിമം 1000 രൂപ വരെ അത് കിട്ടുന്നുണ്ട്. ക്യാഷ്ലെസ് ഇൻഷുറൻസ്, അവർക്ക് ക്യാഷ് ഒന്നും അങ്ങോട്ട് പ്രീമിയം ആയിട്ടൊന്നും അടയ്ക്കേണ്ട, അല്ലാതെയുള്ള ഇൻഷുറൻസ് ആണ് ഇവർക്ക് കൊടുക്കുന്നത്. നമ്മൾ കാശ് അങ്ങോട്ട് അടച്ചിട്ട് സാധാരണ പ്രീമിയം അടച്ച് ആണ് നമുക്ക് ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് അല്ലെ. എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ലോസ് ഓഫ് ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു തരത്തിലുള്ള ഏതെങ്കിലും നഷ്ടങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ കവറേജ് തരാം. പക്ഷെ
പ്രീമിയം അടയ്ക്കാതെ തന്നെ ക്യാഷ്ലെസ് ആയിട്ടുള്ള ഇൻഷുറൻസിൽ നമുക്ക് പങ്കുചേരാം എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ബെനിഫിറ്റ്. ആൻഡ് ഓൾസോ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആനുവൽ ആയിട്ട് ഒരു 30 രൂപ മാത്രം പ്രീമിയം ആയിട്ട് അടച്ച്, ആനുവൽ ആണ്, വർഷത്തില് ഒരു ആനം എന്ന് പറഞ്ഞാൽ പെർ ആനം 30 പെർ ആനം മീൻസ് 30 പെർ ഇയർ ആണ്. ഒരു വർഷത്തിൽ 30 രൂപ മാത്രം പ്രീമിയം അടച്ചാണ് നമ്മൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന എന്ന് പറയുന്ന സ്കീമിന്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റുകളാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. സം അഷ്വേർഡ് 30,000, ക്യാഷ്ലെസ് ഇൻഷുറൻസ്, കവർ ഫോർ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, പിന്നെ കവർ ഫോർ എക്സിസ്റ്റിംഗ് ഡിസീസസ്, പിന്നെ ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് 1000, പ്രീമിയം ഓഫ് ₹30 മാത്രം അടയ്ക്കുകയാണെങ്കിൽ ഈ ഒരു പദ്ധതി പ്രകാരം നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഇനി കുറച്ച് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾക്ക് എക്സാമ്പിൾ ആണ്. നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പദ്ധതികൾക്ക് ഉദാഹരണങ്ങൾ, ചില പ്ലാനുകളെ കുറിച്ച് പറയുന്നു മാത്രമേ ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി, പഠിക്കൊന്നും വേണ്ട. സ്റ്റാർ ഫാമിലി ഹെൽത്ത് ഓരോ പ്ലാനിന്റെ പേരാണെന്ന്. ചില ഇൻഷുറൻസ് നമ്മൾ ഇൻഷുറൻസ് കമ്പനികളുടെ പേര് പഠിച്ചു ആദ്യത്തെ പേജില്. ചില നമ്മുടെ ഇന്ത്യയില് മേജർ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഇൻഷുറൻസ് കമ്പനീസിന്റെ പേരുകൾ ഫസ്റ്റ് പേജിൽ നമ്മൾ മെൻഷൻ ചെയ്ത് പഠിച്ചു. അത് നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇത് ഇൻഷുറൻസ് കമ്പനികൾ ഓരോ പല പല കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്ന ചില പ്ലാനുകളാണ്, ചില പദ്ധതികളാണ്, അതിന്റെ പേരുകളാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. സ്റ്റാർ ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമ പ്ലാൻ ആണത്. ടാറ്റ AIG മെഡിക്കെയർ പ്ലാൻ ആണ്. റിലയൻസ് ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രിട്ടിക്കൽ ഇൽനെസ് ആയിട്ടുള്ള ക്യാൻസർ, പാരാലിസിസ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അതിനൊക്കെ വേണ്ടി കൊടുക്കുന്നത്. അതാണ് റിലയൻസിന്റെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ. മണിപ്പാൽ സിഗ്ന പ്രോ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ബജാജ് അലയൻസ് ഒരു ഹെൽത്ത് ഗാർഡ് പ്ലാൻ ആണ്. അതോടൊപ്പം തന്നെ ഭാരതി അക്സ ഒരു സ്മാർട്ട് സൂപ്പർ ഹെൽത്ത് പ്ലാൻ ആണ്. ഓക്കെ, ഇതൊക്കെ പ്ലാനുകളുടെ പേരുകളാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ പഠിക്കൊന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാന്ന് മാത്രം. ഓക്കെ, യെസ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർ ഹെൽത്ത് ഇൻഷുറൻസ്. ഇനി തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ് നമുക്ക്, അല്ല അഡ്മിനിസ്ട്രേറ്റർ ആണ്. അതായത് നമ്മൾ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് ഇപ്പോ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഞാൻ പറഞ്ഞതുണ്ട് ക്ലെയിം എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടി ഉണ്ട്, തേർഡ് പാർട്ടി ക്ലെയിം ഉണ്ട്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ഫോർ ഇൻഷുറൻസ്. നമുക്ക് ഒറ്റ ചുരുക്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ, രോഗങ്ങളോ അസുഖങ്ങളോ ആക്സിഡന്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ക്ലെയിം ചെയ്യും. അപ്പൊ നമ്മൾ ക്ലെയിം ചെയ്യാനായിട്ട് ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻഷുറൻസ് കമ്പനിയെ മീറ്റ് ചെയ്യാനോ അവരോട് കാര്യങ്ങൾ പറയാനോ ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പൊ ഇൻഷുറൻസ് കമ്പനി തന്നെ, അതായത് അക്കോർഡിംഗ് ടു IRDAI നമ്മുടെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെ ലൈസൻസ് കൊടുത്ത് ഒരു ഗ്രൂപ്പ് ദാറ്റ് മീൻസ് ഇറ്റ് മേ ബി എ കമ്പനി ഓർ ഏജൻസി ഓർ ഓർഗനൈസേഷൻ, ആ ഒരു ഏജൻസിക്ക് ഒരു ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. നമ്മളിപ്പോ ക്ലെയിം ചെയ്യുമ്പോൾ അവരോട് ക്ലെയിം ചെയ്താൽ മതി. അവര് ദേ ഹാവ് ടു പ്രൊസീഡ് ദ പ്രോസസ്. ആ ക്ലെയിമിന്റെ ചെയ്ത ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള പ്രോസസ്സുകളൊക്കെ ചെയ്യേണ്ടത് ഇവരാണ്. ഈ ഒരു ഏജൻസി അല്ലെങ്കിൽ ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷൻ അവരാണ് ഇവർക്ക് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുന്നത്, വാങ്ങിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ക്ലെയിം മാത്രമല്ല, അതോടൊപ്പം തന്നെ അതിന് അഡീഷണൽ ആയിട്ട് ഇവർക്ക് വേണ്ടി വരുന്ന ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ഏത് ഹോസ്പിറ്റൽസിൽ വേണമെന്ന് സെലക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കേണ്ടത് ഈ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അപ്പൊ സോ നമുക്ക് നോക്കാം ഇനി ആരാണ് ഈ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ്. TPA എന്നതിനെ ഷോർട്ട് ആയിട്ട് പറയുന്നുണ്ട്. Is a company or agency or organization that holds a license from Insurance Regulatory Development Authority to process the claim. കണ്ടല്ലോ, ക്ലെയിം പ്രോസസ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോ ഒരു ക്ലെയിം വെച്ചു, അങ്ങോട്ടേക്ക് പറയാമത് എനിക്ക് ഇന്ന ഒരു അസുഖമുണ്ട്, ഞാൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആണ് ഇത്ര ദിവസമായിട്ട്, അപ്പൊ എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്, അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ജസ്റ്റ് ഇൻഫോം ചെയ്യുന്നു. അതിന്റെ കാര്യങ്ങൾ ബാക്കി പ്രൊസീഡ് ചെയ്യേണ്ടത്, അതിന്റെ പ്രക്രിയകളൊക്കെ പ്രോസസ് ചെയ്തെടുക്കേണ്ടത് ഇവരാണ്. ഓക്കെ, ക്ലെയിംസ് ഇൻ അഡീഷൻ ടു പ്രൊവൈഡ് അവർ ആ ക്ലെയിംസ് ചെയ്യുന്നു, നമുക്ക് ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ എന്തുകൂടി ചെയ്യുന്നു, സെലക്ഷൻ ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽസ് ഫോർ ഇൻഷുറൻസ് കമ്പനീസ്. ഇൻഷുറൻസ് കമ്പനീസിന് വേണ്ടി നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെന്റ് തരുന്ന ഹോസ്പിറ്റൽസ് സെലക്ട് കൂടി ചെയ്ത് തരാനുള്ള ഒരു അധികാരമാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി. ഓക്കെ, അപ്പൊ ഇതെല്ലാം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു കമ്പനിന്നോ ഏജൻസിന്നോ ഓർഗനൈസേഷനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം. അവർക്ക് ലൈസൻസ് കൊടുത്തേക്കാണ് IRDAI പ്രകാരം. ഓക്കെ, അപ്പൊ അവരാണ് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. എന്നാൽ നമുക്ക് ഇതിനെ ചുരുക്കി പറയാം, they are the intermediaries, those who connect the insurance provider and also the insurance holder.
ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആളും ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇന്റർമീഡിയറി എന്ന് നമുക്ക് ആരെ പറയാം? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയും. അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ പറയാനായിട്ട്. ഇപ്പൊ ഞാനൊരു പോളിസി എടുത്തിരിക്കുന്ന ആള്, ഞാൻ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പോളിസി എടുത്തിരിക്കുന്നത്, അപ്പൊ ഞാൻ എനിക്ക് ക്ലെയിം വേണമെന്ന് പറഞ്ഞ് കമ്പനിയോട് നേരിട്ട് അപേക്ഷിക്കുന്നില്ല, റിക്വസ്റ്റ് ചെയ്യുന്നില്ല. സോ ഐ ഹാവ് ടു മേക്ക് ദ റിക്വസ്റ്റ് ടു ദ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. ഞാൻ ചെയ്യുന്നത് തേർഡ് പാർട്ടി TPA, മിക്ക ഓർഗനൈസേഷൻസിലും എന്തുണ്ട്, ഇങ്ങനെ TPA ഉണ്ട്, അവിടെ എഴുതി വെച്ചിരിക്കുന്ന ബോർഡുകൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറഞ്ഞിട്ടൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ബോർഡുകൾ കാണാം. ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയുന്ന ബോർഡ് കാണാൻ പറ്റും. അപ്പൊ ഞാൻ തേർഡ് പാർട്ടിനെയാണ് സമീപിക്കുന്നതെങ്കിൽ അവരാണ് അതിന്റെ ബാക്കി പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുക. എനിക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക, ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ക്യാഷ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളും പ്രൊസീഡ് ചെയ്യാം. ഇനി മാത്രമല്ല, എനിക്ക് ഇനി ഈ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് വേണം, എനിക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്ന ക്വാളിറ്റി കെയർ കിട്ടുന്ന മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകണം, അവിടേക്ക് സെലക്ഷൻസ് വേണമെങ്കിൽ നോക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രോസസ് ചെയ്ത് എന്നെയും ഇൻഷുറൻസ് കമ്പനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇന്റർമീഡിയറി ആയിട്ട് നമുക്ക് ആരെ കണക്കാക്കാം? TPA, അതായത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ കണക്കാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. TPA or third party administrator is a company, agency, organization എന്നൊക്കെ പറഞ്ഞില്ലേ, ടു പ്രോസസ് ക്ലെയിംസ്. അവിടെ വരെ മതി കേട്ടോ. ടു പ്രോസസ് ക്ലെയിംസ് എന്ന് പറയുന്ന ഭാഗം വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പിന്നെ ഓക്കെ, അതിന്റെ കൂടെ തന്നെ TPA function as a intermediary between the insurance provider and the insured. ഇൻഷുർഡിനെയും ഇൻഷുറൻസ് പ്രൊവൈഡറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇന്റർമീഡിയറി ആണ് TPA. ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. ദിസ് വൺ സെക്കൻഡ് ആ ബുള്ളറ്റ് ഇട്ടേക്കണ പോയിന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻഷുറൻസ് ഈ TPA എന്ന് പറയുന്ന, അതായത് നമ്മുടെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടവരാരൊക്കെയാണെന്ന് അറിയാമോ? TPയോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരാരൊക്കെയപ്പ? ഇൻഷുർഡ്, അതായത് ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആൾ, അവരെയാണ് പോളിസി ഹോൾഡേഴ്സ് വിളിക്കുക. അവര് ഇൻഷുറൻസ് കമ്പനി, അതാണ് ഇൻഷുറൻസ് എഴുതി വെച്ചത്. പിന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡർ, ദാറ്റ് ഈസ് ദ ഹോസ്പിറ്റൽ. ഈ 3 ആൾക്കാർ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. കാരണം തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററിനോട് പോളിസി ഹോൾഡേഴ്സ് റിക്വസ്റ്റ് ചെയ്യും, ക്ലെയിം ചെയ്യും, ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലെയിം വേണം, ഇവര് നമുക്ക് വേണ്ട ട്രീറ്റ്മെന്റ് വേണ്ട ഹോസ്പിറ്റലിൽ തന്നെ എടുക്കുക. അതാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡർ. ഇതെല്ലാം നമ്മളിലേക്ക് എത്തിക്കുന്നത് ആരിൽ നിന്ന്? ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന്. സോ ഈ പറയുന്ന TPയോടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ദാറ്റ് മീൻസ് ബന്ധപ്പെട്ടവർ. ആ ബന്ധപ്പെട്ടവർ ആരൊക്കെയാ? ഇൻഷുറൻസ് കമ്പനി, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് ദ പോളിസി ഹോൾഡേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പോയിന്റ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, ഇമ്പോർട്ടന്റ് ആണ്. ചെയ്തോ? യെസ്. ഇനി ഇവരെന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ TPA എന്താ ചെയ്യുന്നത്? അതാണ് അടുത്തതിൽ പറയുന്നത്. വാട്ട് ആർ ദേ ഡൂയിങ്? ഈ TPA എന്ന് പറയുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ആൻഡ് വാട്ട് ദേ ഡു, അവരെന്ത് ചെയ്യുന്നു എന്ന് തൊട്ടടുത്ത് 3 പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഒന്നാമത്തേത്, ഈ IRB ആണ് ഇവരെ ലൈസൻസ് കൊടുത്ത് ഇരുത്തിയിരിക്കുന്നത്. ഇവരാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ പ്രോസസ് ചെയ്യേണ്ടത്, ഹോസ്പിറ്റൽസ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. സോ അതുകൊണ്ട് TPA have to maintain their own in-house. അവരൊരു ഹൗസ് പോലെ ഒരു എന്താ പറയുക, ഒരു കുടുംബം ഉണ്ടാകണമെന്ന്. ഞങ്ങളുടെ കുടുംബം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് അവർക്ക് എന്താ പറയുക, ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് എന്തെങ്കിലും ഒക്കെ പറ്റിയ രോഗി പെട്ടെന്ന് ഒരു ക്ലെയിമിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് TPAനെ സമീപിക്കുമ്പോൾ they should have a doctor with them. അവരുടെ കൂടെ ഒരു മെഡിക്കൽ ഡോക്ടർ ഉണ്ടായിട്ട്, വെറുതെ ഒരു ഡോക്ടർ അല്ല, രജിസ്റ്റേർഡ് വിത്ത് ദ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ച ഒരു ഡോക്ടർ തന്നെ വേണം അവരുടെ കൂടെ, അവരുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കണം. പിന്നെ ആരൊക്കെ ഉണ്ടാവും? ഹോസ്പിറ്റൽ മാനേജേഴ്സ് ഉണ്ടാകണം, ലീഗൽ എക്സ്പേർട്സ് ഉണ്ടായിരിക്കണം, ഇൻഷുറൻസ് കൺസൾട്ടൻസ് ഉണ്ടായിരിക്കണം, IT പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കണം, ആൻഡ് ഓൾസോ മാനേജ്മെന്റ് കൺസൾട്ടൻസ്. ഇവരൊക്കെ ഒത്തുചേർന്ന ഒരു ഗ്രൂപ്പായിട്ട് എപ്പോഴും ഉണ്ടാവണം. ഇയാളുടെ കീഴിൽ, അതായത് ഈ ഒരു ഏജൻസിയുടെ TPA എന്ന് പറയുന്ന തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഒപ്പം ഈ പറയുന്ന ആൾക്കാരുണ്ടാകണം. കാരണം എപ്പോൾ ഇവരെയൊക്കെ ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ക്ലെയിമിന് വേണ്ടി ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ ഈ പറയുന്ന ആളുകളൊക്കെ ഇതിനോട് ബന്ധപ്പെട്ടവരാണ്, ഇവരെയൊക്കെ സമീപിക്കേണ്ടി വരും. അപ്പൊ ആ സമയത്ത് എന്താ പറയാ, എല്ലാത്തിനും വേണ്ടിയിട്ട് ഓടി നടന്ന് അവരെയൊക്കെ തപ്പിപ്പിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവരുടെ ആ ഒരു പോക്കറ്റിനകത്ത് ഈ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇതൊക്കെ ഇവർക്ക് കൺസൾട്ട് ചെയ്യേണ്ട ആൾക്കാരാണ്. മെഡിക്കൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടി വരും, ഇൻഷുറൻസ് കമ്പനിയെ കൺസൾട്ട്, അപ്പൊ ഇൻഷുറൻസുമായിട്ട് കൺസൾട്ട് ചെയ്യാൻ പറ്റിയ ആൾക്കാർ വേണം, മാനേജ്മെന്റ് കൺസൾട്ടൻസ് വേണം, IT പ്രൊഫഷണൽ. ഇതൊക്കെ ഡോക്യുമെന്റുകളാക്കി ഫാക്സ് ചെയ്തോ മെയിൽ ചെയ്തോ മറ്റുള്ളവർക്ക് എവിടേക്കെങ്കിലൊക്കെ എത്തിക്കണം, സെൻഡ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് IT പ്രൊഫഷണൽസ് ഒക്കെ വേണ്ടി വരും. അപ്പൊ ഇവരൊക്കെ ആയിട്ട് ഒരു ബന്ധമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ എല്ലാം കൂടി ചേർന്ന് അവരുടെ ഓൺ ഇൻ ഹൗസ് അവര് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. അതും ARDA പറയാണ്.
അവരൊക്കെ ഇതൊക്കെ ഉണ്ടായിരിക്കണം. ഇനി അതിനുശേഷം എന്ത് ചെയ്യും? ഈ പ്രൊഫഷണൽസ് എല്ലാവരും കൂടി ചേർന്ന് they have to make a relation. ഇവരെല്ലാവരും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആൻഡ് ഓൾസോ TPA have to ensure that there is no false claims. അതായത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും ക്ലെയിം ഒക്കെ ചോദിക്കും. ചിലപ്പോ വെറുതെ ഒന്ന് എവിടെയെങ്കിലും വീണിട്ട് ചിലപ്പോ വല്ല കൈക്കോ കാലിലോ വെറുതെ എന്തെങ്കിലും ഒന്ന് സ്ക്രാച്ച് ആയൊക്കെ പോലെ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും കൈയൊടിഞ്ഞ് കാലൊടിഞ്ഞ് അല്ലെങ്കിൽ ഭയങ്കര 10 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ച ക്ലെയിമുകളൊക്കെ ചോദിക്കാനൊക്കെയുള്ള ഇടയുണ്ട്. അപ്പൊ അതൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തും. ഫാൾസ് ക്ലെയിംസ് ഒന്നും നടത്തിയിട്ടില്ല. അൺവാണ്ടഡ് ട്രീറ്റ്മെന്റ്, ആവശ്യമില്ലാത്ത ചികിത്സയൊക്കെ വാങ്ങിച്ച് വെറുതെ കുറച്ച് ദിവസം അവിടെ വെറുതെ പോയി കിടന്ന ചിലരൊക്കെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാറൊക്കെ ഉണ്ട് ഇല്ലേ? നമുക്കൊക്കെ അറിയാലോ അല്ലെ? വല്ല അടിപിടി കേസൊക്കെ വരും. എന്നിട്ട് ചിലപ്പോൾ അങ്ങോട്ട് കൊണ്ടൊന്നും കൊണ്ടൊക്കെ ചെയ്യും. എന്നിട്ട് വേഗം പോയി ചാടിപ്പോയി ഹോസ്പിറ്റലിൽ കിടക്കും അല്ലെ? ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന മാത്രമല്ല, വെറുതെ ആ സമയം നമ്മൾ ഇഫക്റ്റീവായിട്ട് മറ്റു നല്ല എന്തെങ്കിലും രോഗങ്ങളുമായിട്ട് കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട സമയമാണ് ഇവിടെ വെറുതെ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് ചില കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചില ആൾക്കാർ വന്നെടുക്കാം. അപ്പൊ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം. അതൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തണം. ആൻഡ് ഓൾസോ അൺവാണ്ടഡ് ട്രീറ്റ്മെന്റുകൾ ഒഴിവാക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ദേ ക്യാൻ എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് ദർ സർവീസസ്. അവരുടെ തന്നെ സേവനത്തിന്റെ ആ ഒരു ഇംപ്രൂവ്മെന്റ് അല്ലെ, ലോവർ ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ വാങ്ങിച്ച് എന്ത് ചെയ്യുക, അവരുടെ തന്നെ ആ ഒരു ക്വാളിറ്റി സർവീസസ് അവർക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് TPA തന്നെ മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. അതും അവരുടെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു TPAക്ക് നമ്മൾ ഫീസ് ഒന്നും കൊടുക്കണ്ട. നമ്മുടെ ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്കാർ ഫീസ് ഒന്നും കൊടുക്കണ്ട. ഞാനാണ് ഇപ്പൊ ഇവരെ TPAനെ സമീപിക്കണേ, എനിക്ക് ക്ലെയിം വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ അവരെ സമീപിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനാണല്ലോ ഫീസ് കൊടുക്കണ്ടേ? ഒബ്വിയസ്ലി അങ്ങനെയാണല്ലോ. അപ്പൊ ഞാൻ ആരുടെയെങ്കിലും ഒരു സേവനം ഉപയോഗപ്പെടുത്തുമ്പോ ഞാൻ അവർക്ക് അതിന്റെ പേയ്മെന്റ് ഫീസ് ആയിട്ടോ അല്ലെ ഒക്കെ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെ IRDA ഇവർക്ക് ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. They have to process the claim of the insured. ഇൻഷുറുടെ ക്ലെയിമുകളൊക്കെ പ്രോസസ് ചെയ്യാനുള്ള അധികാരം അവർക്ക് കൊടുത്തിരിക്കുകയാണ്. സോ ദാറ്റ് നമ്മൾ അതിന്റെ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആര് കൊടുക്കണം? ഇൻഷുറൻസ് കമ്പനി ഹാവ് ടു പ്രൊവൈഡ്. ഇൻഷുറൻസ് കമ്പനിയാണ് കൊടുക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ IRDA പറയുകയാണ് ഇൻഷുറൻസ് പ്രൊവൈഡർ ഹാസ് ടു പ്രൊവൈഡ് ദ ഫീസ് ടു ദ TPA. TPAക്ക് ഉള്ള ഫീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അവരുടെ പ്രീമിയത്തിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് ആണ് അടയ്ക്കുന്ന. ഇപ്പൊ ഞാനാണ് ക്ലെയിം ചെയ്തിട്ടുള്ളത്, എന്റെ പ്രീമിയത്തിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് അത് എടുത്തു പറയുന്നുണ്ട് 5.5% ആണെന്ന്. മാറ്റങ്ങളൊക്കെ മാറ്റം വരാൻ പാടില്ലെന്നൊന്നുമില്ല. ഇൻഷുറൻസുകൾക്കും ലോ നിയമങ്ങൾക്കൊക്കെ ഇല്ലേ പലപ്പോഴും അമെന്റ്മെന്റുകൾ വരും. പുതിയ നിയമങ്ങൾ മാറി വരുമ്പോ അതനുസരിച്ച് മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അത് കൊണ്ടുവരും. അപ്പൊ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന പ്രകാരം 5.5% ഓഫ് ദ പ്രീമിയം. ഇപ്പൊ ഞാനൊരു പ്രീമിയം അടയ്ക്കുന്ന തുക എത്രയാണോ അതിന്റെ 5.5% ഫീസ് ഞാൻ TPAയിലാണ് എന്റെ ക്ലെയിമിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ TPAക്ക് ആ ഫീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ലൈസൺ മീൻസ് റിലേഷൻ ആണ്. ഓക്കെ, ലൈസൺ മീൻസ് റിലേഷൻ, ബന്ധം, ഒരു ബന്ധം. കസ്റ്റമേഴ്സുമായിട്ട് നല്ല ബന്ധം മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ അവരെല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം ക്ലെയിം പ്രോസസ്സിൽ പരസ്പരം നല്ല ബന്ധം ഉണ്ടായിരിക്കണം. ഫാൾസ് ക്ലെയിംസ് ഉണ്ടാക്കാൻ പാടില്ല, ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അൺവാണ്ടഡ് ട്രീറ്റ്മെന്റുകൾ ഒഴിവാക്കുക. ഓക്കെ, the team of these professionals licensed with the customers for streamlining the claim process and make sure that there are no false claims and is also unwanted treatment, thus enhancing quality of services which eventually leads to lower insurance premium എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഈ എന്താ പറയാ ടീം TPA എന്ന് പറയുന്ന ടീം അതിന്റെ മുകളിൽ കുറച്ച് ആൾക്കാർ കാര്യം പറഞ്ഞു. ഒരു ടീമായിട്ട് ഇവരുടെ കയ്യിൽ മെഡിക്കൽ ഡോക്ടേഴ്സ്, അതായത് മാനേജ്മെന്റ് കൺസൾട്ടൻസ്, ഇൻഷുറൻസ് കൺസൾട്ടൻസ്, ലീഗൽ എക്സ്പേർട്സ്, അങ്ങനെ IT പ്രൊഫഷണൽസ് അവിടെ എല്ലാവരും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇവരെല്ലാവരും തമ്മിൽ ഒരു നല്ലൊരു റിലേഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ മറ്റ് കസ്റ്റമേഴ്സ് ഒന്നും എന്താ പറയാ ക്ലെയിം ചെയ്യുമ്പോൾ അവര് അൺവാണ്ടഡ് ആയിട്ടുള്ള ക്ലെയിമുകൾ അല്ലെങ്കിൽ അവരുടെ ഫോൾസ് ക്ലെയിമുകൾ, തെറ്റായ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലെ ക്ലെയിമുകൾ ഉന്നയിക്കാനൊക്കെ സാധ്യതകളുണ്ട്. അതൊന്നും ഇല്ലാന്ന് എൻഷുർ ചെയ്യണം, ഉറപ്പുവരുത്തണം. ആൻഡ് ഓൾസോ അൺവാണ്ടഡ് ട്രീറ്റ്മെന്റുകൾ, ആവശ്യമില്ലാത്ത ട്രീറ്റ്മെന്റ് കൊടുത്ത് വെറുതെ സമയം പാഴാക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ലാത്ത രോഗത്തിന് വെറുതെ ചികിത്സ വേണം എന്നൊക്കെ വന്ന് പറഞ്ഞ ആൾക്കാർ കിടക്കുമ്പോ ഹോസ്പിറ്റൽസിൽ വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയാല് അതിനൊക്കെ വേണ്ടി അതൊന്നും ഇല്ല, അല്ലെങ്കിൽ അതിലെ ശരിയായ രീതി എന്താണെന്ന് കണ്ടെത്തി അതൊക്കെ ഇല്ലാതാക്കാനും ഒക്കെ ഇവര് ശ്രമിക്കണം എന്നാണ് പറയുന്നത് TPA. അതൊക്കെ വ്യക്തമായിട്ട് ഇവര് പരിശോധിച്ചറിയണം. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ഇംപ്രൂവ് ദെയർ ഓൺ ക്വാളിറ്റി സർവീസസ്. അവരുടെ തന്നെ സേവനം നല്ല രീതിയിൽ ഗുണനിലവാരമുള്ള സേവനം ഉറപ്പാക്കണം അവര് തന്നെ. എന്നുവെച്ചാൽ ആരെങ്കിലും ഒക്കെ വന്ന് ക്ലെയിം ചെയ്യുമ്പോൾ അപ്പൊ തന്നെ എത്ര രൂപയുടെ ക്ലെയിം ഒക്കെ
നോക്കി വേഗം തന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിം വാങ്ങിച്ചു കൊടുക്കുക, ഇല്ലാത്ത രോഗത്തിനൊക്കെ ചികിത്സ കൊടുത്തോണ്ടിരിക്കുക, പ്രത്യേക സമയം പാഴാക്കുക, അതൊക്കെ ശരിയായ രീതിയല്ലല്ലോ. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇവരാണ് ശ്രദ്ധിക്കേണ്ടത്. തേർഡ് പോയിന്റ് എന്താ, TPA ഹാവ് ടു ഗെറ്റ് എ ഫീസ്. അവർക്കും എന്തായാലും അവർ ചെയ്യുന്ന സേവനമല്ലേ, അവർ ചെയ്യുന്ന സർവീസിന് അവർക്ക് ഫീസ് വേണ്ടേ, പേയ്മെന്റ് വേണ്ടേ. സോ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഇൻഷുറൻസ് പ്രൊവൈഡർ. ഇൻഷുറൻസ് പ്രൊവൈഡറാണ്, ഇൻഷുറൻസ് കമ്പനിയാണ് ആ ഫീസ് കൊടുക്കേണ്ടത്. അതെങ്ങനെ, 5.5% ഓഫ് ദ പ്രീമിയം. അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ 5.5% അത് കൊടുക്കേണ്ടത് എന്നാണ് തേർഡ് പോയിന്റ്. ഓക്കെ, നൗ ഈസ് ഇറ്റ് ക്ലിയർ റിയ? റിയ ക്ലിയർ ആയോ? 5.5% പറഞ്ഞിരിക്കുന്ന പോയിന്റില്ലേ, അണ്ടർലൈൻ ചെയ്തേ. 5.5% എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് പോയിന്റില് TPA ഷുഡ് ഹാവ്, അവിടെ തുടങ്ങിയുള്ളത് TPA ഷുഡ് ഹാവ് മെയിൻറ്റെയിൻ ദെയർ ഓൺ ഇൻ ഹൗസ് മെഡിക്കൽ ഡോക്ടർ. അവരുടെ ഇൻ ഹൗസിൽ ഉണ്ടായിരിക്കേണ്ട ആൾക്കാരുടെ പേരുകൾ പറയുന്നുണ്ടല്ലോ, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ദിസ് വൺ, TPA should have maintained their management consultants വരെയുള്ളത് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയത്. TPA തുടങ്ങി ഒന്ന് വായിച്ചു നോക്കിയേ. കഴിഞ്ഞോ വായിച്ച്? ഓക്കെ, 5.5% എന്ന് എഴുതിയിരിക്കുന്ന പോയിന്റും ഫസ്റ്റ് പോയിന്റിലെ TPA ഷുഡ് ഹാവ് മെയിൻറ്റെയിൻഡ് എന്നുള്ള പോയിന്റും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. പിന്നെ TPAയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ബന്ധപ്പെട്ട ആൾക്കാർ, ഇൻഷുറൻസ് കമ്പനി, ഹെൽത്ത് പ്രൊവൈഡേഴ്സ്, പോളിസി ഹോൾഡേഴ്സ്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുടെ പേരുകൾ അത് അങ്ങനെ പഠിക്കണമെന്നില്ല. അതേസമയം നമുക്ക് ഉള്ള ബെനഫിറ്റുകൾ, ആ കാർഡുകളുടെ കളേഴ്സ്, കാർഡിന്റെ എന്താ പറയാ കുറച്ച് ഡീറ്റെയിൽസ് അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫോട്ടോ ഉള്ള ID പ്ലാസ്റ്റിക് കാർഡാണ് എന്നുള്ള കാര്യമൊക്കെ.
പിന്നെ കവറേജുകൾ, ബെനിഫിറ്റുകൾ, CGHSന്റെ ബെനിഫിറ്റുകളും ബെനിഫിഷ്യറീസും അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡേറ്റ്, കാര്യങ്ങളൊക്കെ. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ എടുക്കുന്നുള്ളൂ ഇന്ന്. അടുത്ത ക്ലാസ് എടുക്കാം. ഐ തിങ്ക് അടുത്ത ക്ലാസ്സിൽ ചിലപ്പോൾ തീരുമായിരിക്കും. കുറച്ചും കൂടി ഉള്ളൂ. നമുക്ക് ഇനി 1, 2, ഒരു 3 പേജ് കംപ്ലീറ്റ് ഇല്ല. സോ നെക്സ്റ്റ് ഫ്രൈഡേ ഈ ഒരു ചാപ്റ്റർ നമ്മൾ തീരും. ഓക്കെ, ഇനിയുള്ള കാര്യങ്ങളിൽ നമുക്ക് പഠിക്കാനായിട്ട് നന്നായിട്ട് കാണാതെ പഠിക്കണം എന്നുള്ളത് ഈ ഒരു ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ഈ ചാപ്റ്റർ എക്സാമിന് ഉണ്ടാവുന്ന എന്താ ചോദിക്കുന്നത്? അതാണ് നവ്യ നേരത്തെ ചോദിച്ചത്. ആൻറ്റി അങ്ങനെ ചോദിക്കണേ, അതെന്താ അങ്ങനെ ചോദിച്ചത്? എനിക്ക് മനസ്സിലായില്ലല്ലോ. 3rd and 4th മൊഡ്യൂളിലുള്ള ചാപ്റ്റേഴ്സ് എല്ലാം വരൂലേ? എന്ത് നവ്യ? വൈ അങ്ങനെ ഒരു ക്വസ്റ്റ്യന്റെ ഒരു എന്താ പറയാ സാഹചര്യം എന്താ? അങ്ങനെ ചോദ്യം ചോദിക്കാനുണ്ടായ ചേതോവികാരം എന്താണ്?